എല്ലാവർക്കും റമദാൻ മുബാറക്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇഫ്താർ സ്പെഷ്യൽ വെറൈറ്റി റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ വാട്ടർമെലൻ്റെ പകുതി ഭാഗമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് മുറിച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. ഞാൻ ഇതുപോലെ കത്തിയുണ്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ വേണം ചെറിയ ചെറിയ പീസായിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കാനുള്ളത്. വാട്ടർമെലൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിതുപോലെ കട്ട് ചെയ്ത് കിട്ടും കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ശേഷം ഞാൻ കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് വീണ്ടും കട്ട് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ വലിയ പീസ് എങ്ങാനും ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ടെങ്കിൽ അത് ഒന്ന് കട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് അങ്ങ് ഉടച്ച് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ നിങ്ങളിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയും ചെയ്യരുത്. ഇപ്പം നിങ്ങൾ എടുക്കുമ്പോഴേക്ക് കുരു കളഞ്ഞെടുക്കാൻ പറ്റിയാൽ അതായിരിക്കും നല്ലത്. എനിക്കിപ്പോൾ സമയം ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുരു കളയാനായിട്ട് നിൽക്കുന്നില്ല. കഴിക്കുന്നവർ കഴിക്കുന്ന സമയത്ത് കുരു എടുത്ത് കളഞ്ഞോളും. പിന്നെ ഇതിലേക്ക് വേണ്ടത് കരിക്കാണ് കേട്ടോ. ഇളം കരിക്ക് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഈ കരിക്ക് ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. കരിക്ക് തന്നെ ഇടുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത കരിക്കിനെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കരിക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എങ്ങനെയാണെന്നറിയാവോ, ഒരു കത്തി കൊണ്ട് ആദ്യം തന്നെ ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇപ്പം നമ്മൾ തണ്ണിമത്തൻ കട്ട് ചെയ്തില്ലേ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കും. അതിനുശേഷമാണ് സ്പൂൺ കൊണ്ട് ഇതിലേക്ക് കോരിയിടുന്നത്. ഇനി ഇത് രണ്ടും കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഈ 1 ഗ്ലാസ് കരിക്കിൻ്റെ പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതെങ്ങനെ ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ കരിക്കിൻ വെള്ളവും 1 സ്പൂൺ പഞ്ചസാരയും കൂടി മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തതാണ്. അപ്പം അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അല്ലാതെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കത്തില്ല കേട്ടോ. ഇവിടെ ഞാൻ 1 ഗ്ലാസ് എടുത്തതിൽ നിന്ന് 1/2 ഗ്ലാസ് മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. അപ്പം ഞാനിത് ഫുൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ 1 ഗ്ലാസ് എടുത്തത്. ഇപ്പം ഞാൻ ഈ എടുത്ത ഒരു ക്വാണ്ടിറ്റിക്ക് നമുക്കിവിടെ 1/2 ഗ്ലാസ് മതിയാവും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് പച്ചവെള്ളം ഒന്നും ഇതിലേക്ക് ചേർത്ത് കളയരുത്. അങ്ങനെ ചേർക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് നിങ്ങൾ മിക്സിയിലും അടിച്ചെടുക്കരുത്. മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ ടേസ്റ്റ് മാറും. പിന്നെ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഈ തണ്ണിമത്തനും അതുപോലെ തന്നെ എടുത്ത കരിക്കും ഈ എടുത്തിരിക്കുന്ന കരിക്കടിച്ച വെള്ളം ഉണ്ടല്ലോ, ഇതെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിത് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഐസും കൂടി ഇട്ടിട്ടാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. ഐസിനെ ഒന്ന് ഉടച്ച് ആണ് ഞാൻ സെർവ് ചെയ്യുന്ന ടൈമിൽ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ഇനി ഇത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ഐസ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ വാട്ടർമെലണും അതുപോലെ തന്നെ കരിക്കും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത്. ഞാനിനി ഇത് ഇപ്പം ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കരിക്കൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ പോവാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ബ്യൂക്കോ വാട്ടർമെലൺ ക്രഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ.
അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ.